പുതിയങ്ങാടി നേർച്ച 5, 6, 7 തീയതികളിൽ ഇന്നും നാളെയും മറ്റന്നാളെ ആയിട്ട് നടക്കുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. ഈ ആഘോഷം എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഘോഷം, തമ്മിലടിച്ച് പിരിയുന്നതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുന്നു, പല മതവിഭാഗങ്ങൾ ഒന്നിക്കുന്നു, പല സമുദായങ്ങൾ ഒന്നിക്കുന്നു, പ്രാദേശികമായിട്ട് ഒന്നിക്കുന്നു, ഭാഷാ വ്യത്യാസമില്ലാതെ തന്നെ ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന്, പോലീസ് ഇതിന് പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 650ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് ഈ നേർച്ച കവർ ചെയ്യുന്നത്. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പെട്ടിവരവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസെ വിന്യസിക്കുന്നുണ്ട്. റോഡ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട ഈ ചമ്രവട്ടം തിരൂർ റോഡ് ഡൈവേർഷൻ നടത്തിയിട്ട് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 48ഓളം സ്ഥലങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൈവേർഷനായിട്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ തന്നെ പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതാണ്. ഈ വിവരം എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇന്നൊന്നുകൂടെ അറിയിക്കുകയാണ്. പരമാവധി ആളുകള് വാഹനങ്ങള് പാർക്കിംഗ് ഏരിയ എവിടെയാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യുക. റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യാതെ പെട്ടിവരവിനും അതുപോലെ തന്നെ നേർച്ചയുടെ മറ്റ് ആഘോഷ പരിപാടികൾക്ക് വിഘ്നം വരാത്ത രീതിയിലായിരിക്കണം ഓരോ പ്രദേശവാസികളും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഈ ആഘോഷം പൂർത്തിയാക്കേണ്ടത്. അതിനുവേണ്ടി ഈ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഓരോ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പോലീസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. യുണൈറ്റഡ് വടക്കാങ്ങാടിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നീർച്ചന്റെ തുടക്കമായിട്ട് ഇതാ എല്ലാ ടീംസും ഉണ്ട്. റെഡി അല്ല, എല്ലാരും റെഡിയാണ്, സെറ്റാണ്. അവിടെ ദിനായിട്ട് വന്നാണ് രണ്ടാളും ദിനായിട്ട് ഒരുപാട് പ്രവാസികളോട് അന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല, ചില പെരുന്നാക്ക് പോലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഈ നീർച്ചക്ക് പുതിയങ്ങാടിന്റെ ഒരു പ്രത്യേകതയാണത്. നീർച്ചക്ക് പ്രവാസികളെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കാണാൻ പറ്റും. ദിവസം 10-28 വർഷമായിട്ട് നമ്മൾ ഈ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. അബുദാബിയിൽ നിന്ന് ഏത് ഗൾഫ് രാജ്യത്താണെങ്കിലും ഈ പരിപാടി കൂടെ എത്താറുണ്ട്. അത് നമ്മുടെ ഒരു മതസൗഹാർദ്ദ ഒരു വെട്ടത്ത് പുതിയങ്ങാടിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉത്സവമാണ്. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ബിസിനസ് പരമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കണം. എല്ലാ ഗവൺമെന്റ് ഭാഗത്തു നിന്നും എല്ലാ പോലീസ് പ്രൊട്ടക്ഷനും നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. അത് വളരെയധികം ഭംഗിയായി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു. അപ്പൊ 3 ദിവസം പൊളിക്കും. പിന്നെ നാളെ വടക്കാങ്ങാടിന്ന് 7 മണിക്കല്ല, 7 മണിക്ക് അതിഗംഭീര പെട്ടിവരം ഉണ്ടായിരിക്കുന്നതാണ്. ഇളക്കി മറിച്ചുകൊണ്ടില്ല, അധികം ഒതുങ്ങിയിട്ട് വന്നതല്ലേ. പിന്നെ അതിന് മെയിൻ കാര്യം നമ്മളെ പ്രവാസി ടീമാണ് ഫുൾ ഷെക്കിയില്. ഓക്കെ, താങ്ക് യു. ഒരു വേറെ ആൾ വരാണ്ട് നമ്മള് ഷെക്കിയില് എത്തിയില്ല അല്ലെ? എത്തിയില്ല. മഞ്ഞോട് ഇറങ്ങിയില്ലല്ലോ. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടം ഞങ്ങൾ മറക്കും. എന്നിട്ട് ഇവിടെ ഇറങ്ങും. അതാണ് നമ്മളെ പുതിയങ്ങാടിക്കാരല്ലേ? പുതിയങ്ങാടി വടക്കേങ്ങാടി യുണൈറ്റഡ്. അപ്പൊ 3 ദിവസം പൊളിക്കാം. സെറ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.